വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം എന്നും എപ്പോഴും അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രിയമുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. യേശുവേ നാഥ, നീ ഏറ്റെടുക്കണമേ, നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ, നീ ഞങ്ങളെ നയിക്കണമേ. നിന്റെ പദ്ധതിയിലൂടെ, നിന്റെ വഴിയിലൂടെ, നിന്റെ വെളിച്ചത്തിലൂടെ നയിക്കപ്പെടുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ അപ്പ. ഞങ്ങളുടെ ബുദ്ധിയിലെ മനസ്സിൻ്റെ അന്ധകാരങ്ങളും അജ്ഞതകളും എല്ലാം ഞങ്ങൾ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ വെളിച്ചം, പരിശുദ്ധാത്മാവിൻ്റെ രൂപി ഞങ്ങളുടെ മേൽ നിറച്ച് നയിച്ചുകൊണ്ട് ഞങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പേരുള്ള വിശുദ്ധന്മാരെ, വിശുദ്ധകളെ, പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം.
പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഭൂരിപക്ഷത്തോട് നാം ചേർന്ന് അഭിപ്രായം പറയരുത് എന്നുള്ളതാണ്. ഭൂരിപക്ഷത്തോട് ചേർന്ന് നാം അഭിപ്രായം പറയരുത്. ഏത് കാര്യത്തിലായാലും ഏത് വിഷയത്തിലായാലും എപ്പോഴും എവിടെയും പ്രിയമുള്ളവരെ, ആ വിഷയത്തിൽ ആ കാര്യത്തിൽ ദൈവം എന്താഗ്രഹിക്കുന്നു എന്നുള്ളതായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ആരോട് പറയുമ്പോഴും എപ്പോൾ പറയുമ്പോഴും ഏത് കാര്യത്തിലും ഇതിലെ ദൈവഹിതം എന്താണ്, ഇതിലെ ദൈവത്തിൻ്റെ ഇഷ്ടമെന്താണ്, ഇത് മാത്രമേ നാം ചിന്തിക്കാവൂ. നാട്ടുകാരെന്തു പറയുന്നു, എൻ്റെ വീട്ടുകാരെന്തു പറയുന്നു, സമൂഹം എന്ത് ചിന്തിക്കുന്നു, എന്തു പറയുന്നു എന്നുള്ളത് നമ്മളത് വിഷയമായിട്ട് എടുക്കരുത്. നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, ദൈവം ചിന്തിക്കുന്നത് പോലെ, ദൈവം അഭിപ്രായം പറയുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ അഭിപ്രായവും. ഭൂരിപക്ഷം എന്തു പറയുന്നു എന്നുള്ളതല്ല, പിന്നെയോ ഏത് കാര്യത്തിലും ദൈവം എന്തു പറയുന്നു എന്നുള്ളതാണ് അതിശ്രേഷ്ഠമായ കാര്യം. ദൈവത്തോട് ചേർന്ന് നാം ചിന്തിക്കുവാനും ദൈവത്തോട് ചേർന്ന് അഭിപ്രായം പറയുവാനും ദൈവത്തോട് ചേർന്ന് സംസാരിക്കുവാനും നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളൊരു പ്രത്യേക സംഭവം കാണുന്നുണ്ട്. മോശ ഇതാ കാനാൻ ദേശം ഉറ്റുനോക്കുന്നതിന് വേണ്ടി ചിലരെ അയക്കുകയാണ്. ദൈവം വാഗ്ദാനമായി കൊടുത്ത വാഗ്ദത്ത ദേശമാണ് കാനാൻ ദേശം. അപ്പോൾ കാനാൻ ദേശത്തിലേക്കുള്ള യാത്രയാണ് ഇസ്രായേൽ ജനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്ത് ഇപ്പോൾ വാസമാക്കിയിരിക്കുന്ന ചില ജാതികളുണ്ട്, ചില വംശങ്ങളുണ്ട്, ചില മനുഷ്യരുണ്ട്. അവരെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ അത് കൈവശമാക്കാൻ പറ്റുകയുള്ളൂ. അവരെ കീഴ്പ്പെടുത്തി, അവരെ പരാജയപ്പെടുത്തി കാനാൻ ദേശം ഇസ്രായേൽ ജനം സ്വന്തമാക്കണമെന്നാണ്. അത് ദൈവീക പദ്ധതിയാണ്. ആയതിനു വേണ്ടി മോശ എന്തു ചെയ്തു? 12 ഗോത്രങ്ങളിൽ നിന്ന്, ഓരോ ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരെ വെച്ച് 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുക. അങ്ങനെ ഈ 12 പേരെ 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് വേണ്ടി കാനാൻ ദേശത്തേക്ക് അയക്കുകയാണ്. ഈ 40 ദിവസങ്ങൾ ഈ 12 പേര് ആ ദേശത്തൂടെ ഒക്കെ നടന്ന് ആ ഭൂപ്രകൃതി എങ്ങനെയുണ്ടെന്ന് പഠിക്കുവാനും അവിടുത്തെ സമതലങ്ങളും പർവ്വതങ്ങളും പട്ടണങ്ങളും കൃഷിസ്ഥലങ്ങളും അവിടുത്തെ മനുഷ്യരും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് പഠിച്ച് എങ്ങനെ ഏതു വഴിയിലൂടെ പോയാൽ അവരെ ആക്രമിച്ച് അവരെ പരാജയപ്പെടുത്തി ഈ ദേശം സ്വന്തമാക്കാൻ പറ്റും എന്നതിനു വേണ്ടിയാണ് ഈ 12 പേരെ രഹസ്യ നിരീക്ഷണത്തിന് വേണ്ടി പ്രിയമുള്ളവരെ മോശ അയച്ചത്. 40 ദിവസത്തെ ഇതാ നിരീക്ഷണം കഴിഞ്ഞ് അവർ കടന്നു വരികയാണ്. മോശയോടും അഹറോനോടും മറ്റ് ആ ജനത്തെ മുഴുവൻ ഒന്നിച്ചു കൂട്ടി ഈ 12 പേരും അവരുടേതായ അഭിപ്രായങ്ങൾ പറയുകയാണ്. 12 പേരിൽ 10 പേര് ഒരൊറ്റ സ്വരത്തിലാണ് സംസാരിക്കുന്നത്.
മറ്റു 2 പേര് മറ്റൊരു സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ 12 പേരിൽ 10 പേര് അവര് രഹസ്യ നിരീക്ഷണം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് എന്താ? അത് മോശയുടെയും അഹറോന്റെയും ജനത്തിൻ്റെ മുമ്പിൽ അവർ വിവരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കാണും. അങ്ങനെ 10 അഭിപ്രായങ്ങളാണ് പറയുന്നത്. എന്തായിരുന്നു അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ? നമുക്ക് തിരുവചനത്തിൽ നിന്ന് അത് വായിച്ചെടുക്കാം, നമുക്ക് പഠിക്കാം. ഇതാ ഈ 10 പേരും ഒരുപോലെ പറയുകയാണ്, അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. 2, അവിടുത്തെ പട്ടണങ്ങൾ വളരെ വലുതും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. കണ്ടോ, അവിടുത്തെ പട്ടണങ്ങൾ വളരെ വലുതാണ്, മാത്രമല്ല അത് വലിയ കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. 3, അവർ പറഞ്ഞത് അവരെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയില്ല. അവരെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയില്ല. 4, അവർ നമ്മളെക്കാൾ ശക്തന്മാരാണ്. 5, അവർ നമ്മെ വിഴുങ്ങിക്കളയും. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിഴുങ്ങിക്കളയാൻ തക്കവിധമായ വായും വലിയ ശരീരമുള്ള വ്യക്തികളാണ് അവിടെയുള്ളത് എന്നവർ പറയുന്നു. 6-മത്തെ കാര്യം, അവർ അനാക്കിൻ്റെ മല്ലന്മാരാണ്. 7, അവർ അതികായകന്മാരാണ്. അതികായകന്മാർ അനാക്കിൻ്റെ മല്ലന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. 8-മത്തെ കാര്യം, അവർക്ക് മുൻപിൽ നാം ഒരു വെട്ടുക്കിളികൾ പോലെ. ആ ജനത്തിൻ്റെ മുൻപിൽ, അവിടെയുള്ള മനുഷ്യരുടെ മുമ്പിൽ നാം ഒരു വെട്ടിക്കിളികൾ പോലെ. 9-മത് അവർ പറഞ്ഞത്, അവർക്കും അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. എങ്ങനെ? നമ്മളൊരു വെട്ടിക്കിളികളാണെന്ന് അവർക്കും അങ്ങനെ തോന്നിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും 10-മത്തെ കാര്യം, ആ ദേശത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ അവർ അവരുടെ ഇടയിൽ പരത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ ദേശത്തെക്കുറിച്ചുള്ള തെറ്റായ ഒരു ധാരണ ഈ ജനത്തിൻ്റെ മുമ്പിൽ ഈ 10 പേരും പറയുകയാണ്. ചുരുക്കം പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഇവർ പറയുന്ന ആ വിവരണങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം ഇതാ, ഈ കാനാൻ ദേശത്തുള്ള ജനങ്ങൾ മല്ലന്മാരാണ്, അതികായകന്മാരാണ്, ശക്തന്മാരാണ്, അനാക്കിൻ്റെ മല്ലന്മാരാണ്, വലിയ കോട്ടകളുള്ളതാണ്, വലിയ പട്ടണങ്ങളാണ്. അവരുടെ മുമ്പിൽ നമ്മൾ വെറും വെട്ടിക്കളികൾ പോലെ. അവർക്കും അങ്ങനെ തോന്നിയിരിക്കണം, നമുക്ക് അവരെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല, നമ്മൾ അശക്തന്മാരാണ്, നമ്മൾ ചെറുതാണ്. ഇങ്ങനെയുള്ള പരാജയത്തിൻ്റെ നെഗറ്റീവായ തെറ്റായ ധാരണ ഇതാ പറഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശത്രുവിനെ വലുതായി കാണുക, ഇത് തിന്മ നമ്മുടെ ഉള്ളിൽ കടത്തിവിടുന്ന വലിയൊരു കാര്യമായത്. ശത്രുവിനെ നമ്മൾ കീഴ്പ്പെടുത്തേണ്ടതാ. ഈ കാനാൻ ദേശം ദൈവം നമുക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞിരിക്കുകയാണ്. അവരെ കീഴ്പ്പെടുത്തിയാൽ മാത്രം മതി. കീഴ്പ്പെടുത്തിക്കുന്നതും ദൈവം തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള ദേശത്തെക്കുറിച്ചുള്ളോ ദേശവാസികളെക്കുറിച്ചോ വലുതായി കാണുക, ശത്രുവിനെ വലുതായി കാണുകയും നമ്മെ തന്നെ നാം ചെറുതായി കാണുകയും ചെയ്യുന്ന അവസ്ഥ, ഇത് വളരെ ഭയാനകമാണ് പ്രിയമുള്ളവരെ. വളരെ ഭീതിജനകമായ കാര്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ വലുതായി കാണരുത്. പിശാചിനെ വലുതായി കാണരുത്. അതിനെ അസാധ്യമായിട്ട് കാണരുത്.
രോഗത്തെ വലുതായി കാണരുത്, ക്യാൻസറിനെ വലുതായി കാണരുത്, പാപത്തെ വലുതായി കാണരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇവരെന്താ പറഞ്ഞത്? അവരുടെ മുൻപിൽ നമ്മൾ വെട്ടുക്കിളികൾ പോലെ, നമ്മെ തന്നെ നമ്മൾ ചെറുതായി കാണുക, നമ്മളെ തന്നെ നമ്മൾ തുച്ഛിച്ച് കാണുക. ഇത് ഒരിക്കലും നമുക്ക് പ്രിയമുള്ളവരെ ശത്രുവിൻ്റെ മേൽ, പിശാചിൻ്റെ മേൽ, തിന്മയുടെ പ്രതീകമായിട്ട് നിൽക്കുന്ന ഈ അനാക്കിൻ്റെ മല്ലന്മാരുടെ മേലൊന്നും നമുക്ക് വിജയം നേടാൻ പറ്റുകയില്ല. ആയതിനാൽ നമ്മൾ ഒരിക്കലും തിന്മയെ നമ്മൾ വലുതായി കാണരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ ഇതാ മോശയ്ക്കും അഹ്റോന്റെയും പൊതുജനത്തിൻ്റെ മുമ്പിൽ ഈ 10 പേര് പറഞ്ഞപ്പോൾ മറ്റേ 2 പേരാരാ? ഈ 12 പേരിൽ 2 പേരാണ്. ഒന്ന് ഇതാ ജോഷുവയും 2 കാലേബും. ഈ ജോഷുവയും കാലേബും ഇവരെ തടഞ്ഞുകൊണ്ട്, ഇവരുടെ സംസാരം കഴിഞ്ഞപ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് പെട്ടെന്ന് പറയുകയാണ്, ഈ ദേശത്തെ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാ. കാനാൻ ദേശത്തെ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാ. അവരെ നമ്മൾ ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 9, 10 തിരുവചനങ്ങളിലൂടെ ഇതാ മോശയും കാലേബും ഇങ്ങനെ പറയുകയാണ്: നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്, ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാണ്, ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോടുകൂടെയാണ്, അവരെ ഭയപ്പെടേണ്ടതില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വാക്കുകളാണ് ഇതാ മോശ പറഞ്ഞത്, കാലേബ് പറഞ്ഞത്. മറ്റു 10 പേര് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശബ്ദം, വ്യത്യസ്തമായ ഒരു അഭിപ്രായം, വ്യത്യസ്തമായ ഒരു നിരീക്ഷണം ഇതാ ഈ 2 പേര് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. 10 പേര് ഒന്നിച്ച് നിന്നപ്പോൾ ആ 10 പേരോട് ചേർന്ന് ഈ 2 പേരും അഭിപ്രായം പറഞ്ഞില്ല. ഇവരോ ദൈവം ഇവർ കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം അനുസരിച്ച്, ആ വാഗ്ദത്തം അനുസരിച്ച്, ആ വിശ്വാസമർപ്പിച്ച് ഇവർ കാണുകയും നോക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി: ദൈവം ഈ ദേശത്തെ നമുക്ക് തന്നിരിക്കുക. അവരുടെ വലുപ്പമോ പൊക്കമോ മസിലോ ആകാരവടിവോ ഇതൊന്നും കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കാലേബും ഈ ജോഷുവയും എന്താ ചെയ്തത്? ഇവരോട് കൂടെയുള്ള ദൈവത്തിൻ്റെ വലുപ്പം അവർ കണ്ടപ്പോൾ മറ്റേ 10 പേര് എന്ത് കണ്ടു? അവർ കണ്ടത് ആ കാനാൻ ദേശത്തുള്ള അവിടെയുള്ള മനുഷ്യരുടെ, അനാക്കിൻ്റെ മക്കളുടെ, മല്ലന്മാരായിരിക്കുന്നവരുടെ വലിപ്പമാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശത്രുവിൻ്റെ വലുപ്പമല്ല നമ്മൾ കാണേണ്ടത്, പിന്നെയോ നമ്മോട് കൂടെയുള്ളവൻ്റെ വലുപ്പം ആര് കാണുന്നു അവർക്ക് മാത്രമേ ശത്രുവിനെ ചെറുതായി കാണുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ 10 പേരും അവർക്കെതിരെ ഏക സ്വരത്തിൽ അവരെ കല്ലെറിയണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇതാ കോപാക്രാന്തനായി അവൻ്റെ ചുറ്റിനും കൂടി ഒന്നിച്ചു കൂടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്ന്, വിശുദ്ധിയോട് ചേർന്ന്, വിശ്വാസത്തിൻ്റെ ഭാഷ നിങ്ങൾ സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശൈലിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഭൂരിപക്ഷത്തോട് ചേരാതിരിക്കുമ്പോൾ ഭൂരിപക്ഷം നിനക്കെതിരെ ചീറിപ്പാഞ്ഞു വരും, നിനക്കെതിരെ കല്ലെടുക്കും, നിനക്കെതിരെ തെറി പറയും, നിനക്കെതിരെ ജയ് വിളിക്കും. നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകർക്ക്
നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം എന്നാ ചിന്തിക്കും, നാട്ടുകാരെന്നാ ചിന്തിക്കും, വീട്ടുകാരെന്നാ പറയും? ഇങ്ങനെയുള്ള ചിന്തകളും അഭിപ്രായങ്ങളും സംസാര ശൈലികളാണ്. നമ്മളിങ്ങനെ വേറിട്ട് നിന്നാൽ, ഇങ്ങനെ സംസാരിച്ചാൽ, ഇങ്ങനെ ജീവിച്ചാൽ, ഇങ്ങനെയൊരു തീരുമാനമെടുത്താൽ നാട്ടുകാരെന്നാ പറയും, വീട്ടുകാരെന്നാ പറയും, സമൂഹം എന്നാ പറയും എന്നുള്ള ഈ ചിന്തയും ഈ ഭയപ്പാടും കാരണം ഇന്ന് അനേകര് ഭൂരിപക്ഷത്തോട് ചേർന്ന് ദൈവനിഷേധ്യമായ വാക്കുകളും തീരുമാനങ്ങളും അഭിപ്രായം പറയുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഉറ്റുനോക്കാൻ പോയ ഈ 12 പേരിൽ 10 പേര് അവരെന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്? അവർ അവരുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് എന്ത് കണ്ടോ കണ്ടത് അവർ വിശ്വസിച്ചു, വിശ്വസിച്ചത് വന്ന് വിവരമറിയിച്ചു. എന്നാൽ ജോഷുവയും കാലേബും എന്തു ചെയ്തു? അവർ വിശ്വസിച്ചതാണ് കണ്ടത്. ദൈവം തരാമെന്ന് പറഞ്ഞ വാഗ്ദത്ത ദേശം, വാഗ്ദാനത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ, ആ വാഗ്ദത്തത്തിൽ ഈ 2 പേര് വിശ്വസിച്ചു. വിശ്വസിച്ചതുപോലെ അവര് കാര്യങ്ങളെ കാണാൻ തുടങ്ങി. വിശ്വസിച്ചത് കണ്ടെങ്കിൽ മറ്റു 10 പേരും ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് എന്ത് കണ്ടോ ആ കണ്ടത് വിശ്വസിച്ചു. അതാണ് ഇവർ വന്ന് വിളിച്ചു പറഞ്ഞത്. ഇതാണ് ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു വിശ്വാസി വിശ്വസിക്കുന്നത് കാണുന്നു, ഒരു അവിശ്വാസിയോ അവൻ കാണുന്നതാണ് വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 30-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിലേക്ക് എന്നാൽ പ്രവേശിച്ചത് ഈ ജോഷുവയും ഈ കാലേബും മാത്രമാണ്. എത്രയോ ലക്ഷം പേരെ ദൈവം നയിച്ചതാണ്. എന്നാൽ വാഗ്ദാനം പ്രാപിച്ചത്, വാഗ്ദത്തം ചെയ്ത നാട്ടിലേക്ക് പ്രവേശനം ലഭിച്ചത് ഈ ജോഷുവയും കാലേബും മാത്രം. കാരണം അവർ ഭൂരിപക്ഷത്തോട് ചേർന്നില്ല. ദൈവത്തോട് ചേർന്ന് ചിന്തിച്ച്, ദൈവത്തോട് ചേർന്ന് അഭിപ്രായം പറഞ്ഞതുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് ഒരു വിശ്വാസ ജീവിതം നയിച്ചതുകൊണ്ട് അവർ മാത്രമാണ് വാഗ്ദത്ത നാട്ടിൽ കാനാൻ ദേശത്ത് പ്രവേശിച്ചത്. ഞാൻ സ്നേഹത്തോട് നിങ്ങളോട് പറയട്ടെ, ഭൂരിപക്ഷത്തോട്, ലോകത്തോട്, ലോക അഭിപ്രായങ്ങളോട് ചേരാതിരുന്നാൽ, ദൈവത്തോട് ചേർന്ന് നിങ്ങളൊരു തീരുമാനമെടുത്താൽ, ദൈവത്തോട് ചേർന്ന് അഭിപ്രായം പറഞ്ഞാൽ, ദൈവത്തോട് ചേർന്ന് ഒരു ജീവിതം നീ നയിച്ചാൽ നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങളൊരു അനുഗ്രഹമാകും. വാഗ്ദത്തം ചെയ്ത വാഗ്ദാന നാട്ടിൽ, അക്കര നാട്ടിൽ, സ്വർഗീയ നാട്ടിൽ നിത്യജീവൻ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കും. ആയതിനാൽ ഈ കൃപ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന് മേൽ സമൃദ്ധമായി വരട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കാരുണ്യവാനും സ്നേഹിതയുമായ നല്ല കർത്താവേ, നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. യേശുവേ, ഭൂരിപക്ഷത്തോട് ചേർന്ന്, ഭൂരിപക്ഷത്തോടൊപ്പം യാത്ര ചെയ്ത് നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് പോകാതെ, ന്യൂനപക്ഷമാണെങ്കിലും അത് നിന്നോട് ചേർന്ന് ഒരു തീരുമാനമെടുക്കുവാൻ, നിന്നോട് ചേർന്ന് അഭിപ്രായം പറയുവാൻ, നിന്നോട് ചേർന്ന് ഒരു വിശ്വാസ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഇവരുടെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, വാക്കുകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, അഭിപ്രായങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കൂട്ടുകെട്ടിൻ്റെ പിന്നാലെ, ലോകത്തിൻ്റെ പിന്നാലെ, ഭൂരിപക്ഷത്തിൻ്റെ പുറകെ പോകാതെ, ന്യൂനപക്ഷമാണെങ്കിലും അത് നിന്നോട് ചേർന്നൊരു ജീവിതം നയിപ്പാൻ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവവചനത്തിനനുസൃതമായ ഒരു തീരുമാനമെടുക്കുവാൻ, ജീവിതം നയിക്കുവാൻ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ 2 കരങ്ങളെയും ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേക ശക്തി ഇവിടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഓ നിന്നിലേക്ക് നോക്കുവാൻ, സ്വർഗത്തിലേക്ക് നോക്കുവാൻ, ഉന്നതത്തിലേക്ക് നോക്കുവാൻ, വാഗ്ദത്തങ്ങളിലേക്ക് നോക്കി ഓ ഇവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഉന്നതമായ ശ്രേഷ്ഠമായ തീരുമാനങ്ങൾ എടുക്കുവാൻ, ഓ ശ്രേഷ്ഠമായി ഇതിനെ തിരഞ്ഞെടുക്കുവാൻ, വിശുദ്ധമായി ഇതിനെ തിരഞ്ഞെടുക്കുവാൻ, നിത്യജീവനെ തിരഞ്ഞെടുക്കുവാൻ, അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തെറ്റായ ബുദ്ധികളെല്ലാം മാറട്ടെ, തെറ്റായ വഴികളെല്ലാം മാറട്ടെ, അനുദപിച്ച് മടങ്ങി വരട്ടെ, ശരിയായ വഴിയിലേക്ക് കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ കുടുംബങ്ങൾ, ഇവരുടെ മക്കൾ, തലമുറകൾ അനുഗ്രഹമായി മാറട്ടെ. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, ഓ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വരുവാൻ ഓ കൃപയൊഴുകട്ടെ. ഇപ്പോൾ തന്നെ അത്യുന്നതന്റെ ശക്തി ഈ സമൂഹത്തിന് മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടെ കൃപ, ഒഴുകട്ടെ കൃപ, ഒഴുകട്ടെ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഒഴുകട്ടെ, 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 നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, ബുദ്ധികൾക്കായി സ്തുതിക്കുന്നു കർത്താവേ. ഉറച്ച തീരുമാനം എടുക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തെ തെരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മേ, ദൈവഹിതത്തെ എപ്പോഴും തിരഞ്ഞെടുക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ